ലാൻഡ് റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് അർഹരായ വികലാംഗ ഉദ്യോഗാർത്ഥികളെ PSC അവഗണിക്കുന്നു. ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് വികലാംഗർക്ക് 3% സംവരണം നൽകണമെന്ന സർക്കാർ ഉത്തരവാണ് PSC അട്ടിമറിക്കുന്നത്. മത-സാമുദായിക വിഭാഗങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെങ്കിലും പരീക്ഷ എഴുതിയ ഒരു വികലാംഗനെ പോലും PSC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ലാൻഡ് റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് 2010 ഡിസംബർ 31-ന് PSC ഇറക്കിയ വിജ്ഞാപനമാണിത്. വികലാംഗർക്ക് 3% സംവരണമുണ്ടെന്ന് വിജ്ഞാപനത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ തസ്തികയിലേക്ക് 2011 ഏപ്രിൽ 9-ന് പ്രിലിമിനറി പരീക്ഷയും ജൂലൈ മാസത്തിൽ മെയിൻ പരീക്ഷയും നടന്നു. 2013-ൽ തന്നെ ഇതിന്റെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. ഇതിനിടെ സ്റ്റാൻഡിംഗ് ഡിസബിലിറ്റി ബോർഡിൽ നിന്ന് വികലാംഗരാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങി ഹാജരാക്കിയാൽ അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കാമെന്ന് പരീക്ഷ എഴുതിയ വികലാംഗരായ ഉദ്യോഗാർത്ഥികൾക്ക് PSC നിർദ്ദേശം നൽകി. ഇത് പാലിച്ച വികലാംഗരായ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി 2013 ഡിസംബറിൽ അഭിമുഖ പരീക്ഷയും നടന്നു. എന്നാൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ എല്ലാ മതവിഭാഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയെങ്കിലും അഭിമുഖ പരീക്ഷയിൽ പങ്കെടുത്ത വികലാംഗരായ ഒരാളെ പോലും PSC ഉൾപ്പെടുത്തിയില്ല. ഇതോടെ വികലാംഗർക്ക് 3% സംവരണം നൽകണമെന്ന സർക്കാർ ഉത്തരവും PSC അട്ടിമറിച്ചു. 2010-ൽ ഈ തസ്തികയിലേക്ക് PSC വിജ്ഞാപനം ഇറക്കിയപ്പോൾ 4 ഒഴിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2013-2014 വർഷങ്ങളായി 50ഓളം ഒഴിവുകൾ വന്നു. എന്നിട്ടും വികലാംഗരായ ഉദ്യോഗാർത്ഥികളെ PSC അവഗണിക്കുകയായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓരോ 32 പേരെയും എടുത്ത ശേഷം 33ാമത്തെ ഒഴിവ് വികലാംഗർക്ക് നൽകണമെന്ന സർക്കാർ നിർദ്ദേശവും PSC അട്ടിമറിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.